നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. VS ഓർമ്മയിലെ ചെന്താരകം. കേരളത്തിന്റെ സമരചരിത്രത്തിൽ ചുടുചോര കൊണ്ട് നടഞ്ഞ വലിയ ചുടുകാട്ടിൽ VS അന്ത്യവിശ്രമം. പി കൃഷ്ണപിള്ളയുടെ സ്മൃതി കുടീരത്തിനെതിരെ VS നിത്യനിദ്ര. സർസിപ്പിയുടെ പട്ടാളം അരുംകൊല ചെയ്ത രക്തസാക്ഷികളുടെ സ്മരണകൾ ഇരമ്പുന്ന വലിയ ചുടുകാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ട ഭൂമിയാണ്. കേരളത്തിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങി വിപ്ലവ നായകൻ VS മടങ്ങി. പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും ഒരു നോക്ക് കാണാനായി എത്തിയത് ആയിരങ്ങൾ. കനത്ത മഴയ്ക്കിടയിലും പ്രിയ നേതാവിന് വൈകാരിക യാത്രയയപ്പ്. ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ മിഴിനിറഞ്ഞ VS കുടുംബം. ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് ജനനായകൻ. VS വിലാപയാത്ര തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള 156 കിലോമീറ്റർ താണ്ടിയത് 22 മണിക്കൂറെടുത്ത്. രാവിനെ പകലാക്കി വഴി നീളെ കാത്തുനിന്നത് പതിനായിരങ്ങൾ. വിലാപയാത്ര മണിക്കൂറുകൾ വൈകിട്ടും ക്ഷമയോടെ കാത്തിരിപ്പ്. VS മരണമില്ല എന്ന മുദ്രാവാക്യവുമായി അണമുറിയാത്ത ജനപ്രവാഹം. കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമല കുന്ന് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണു. നീലേശ്വരത്തിനും ചെറുവത്തൂരിനുമിടയിൽ മലയിടിയുമ്പോൾ റോഡിലുണ്ടായിരുന്നത് നിരവധി വാഹനങ്ങൾ. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മണ്ണു നീക്കുന്നതിനാൽ മേഖലയിൽ ഗതാഗതം തടഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും മഴ കനത്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. എറണാകുളം കണ്ണമാലി ചെറിയ കടവിൽ കടലേറ്റം രൂക്ഷം. നിരവധി വീടുകളിൽ വെള്ളം കയറി. നദികളിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. മാസപ്പടി കേസിൽ ED CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും CMRLനും നോട്ടീസ്. ഹൈക്കോടതി ഇടപെടൽ. BJP നേതാവ് ഷോൺ ജോർജ് നൽകിയ ഹർജിയിൽ. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയ്ക്ക് തയ്യാറായി കേന്ദ്ര സർക്കാർ. ചൊവ്വാഴ്ച രാജ്യസഭയിൽ 16 മണിക്കൂർ ചർച്ച. ജഗദീപ് ധൻഖർ രാജിവെച്ചതോടെ പുതിയ ഉപരാഷ്ട്രപതിക്കായും ചർച്ചകൾ. പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റിൽ ഇന്നും ബഹളം. ഇരുസഭകളും ഇന്നേക്ക് പിരിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. 2,66 ലക്ഷത്തിലധികം വോട്ടർമാരാണ് കരട് പട്ടികയിൽ ഉള്ളത്. 12 ലക്ഷത്തിലധികം പുരുഷ വോട്ടേഴ്സും 14 ലക്ഷത്തിലധികം സ്ത്രീ വോട്ടേഴ്സും ഉൾപ്പെട്ടിട്ടുണ്ട്. 233 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടേഴ്സും പട്ടികയിലുണ്ട്. ഗവർണർ സർക്കാർ പോരിന് അയവ്. ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക റദ്ദാക്കിയത് പിൻവലിച്ച സർക്കാർ. നടപടി ഗവർണറുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ. സർവകലാശാല തർക്കത്തിലും സമവായത്തിന് നീക്കം. കേരള സർവകലാശാല രജിസ്ട്രാറിനെതിരെ കടുപ്പിച്ച് വീണ്ടും VC. KS അനിൽകുമാറിന്റെ ശമ്പളം തടയാൻ ഫിനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ മൃതദേഹത്തിൽ അടിയേറ്റ പാടുകളുള്ളതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ഭർത്താവ് നിധീഷിനായി റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കും. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കൊല്ലം കേരളപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വിപഞ്ചികയുടെ മരണത്തിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് സഹോദരൻ വിനോദ് മണിയൻ. പ്രതിയെ നാട്ടിലെത്തിക്കാൻ സർക്കാരും കോൺസുലേറ്റും ഇടപെടണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടു. ശബരിമല പഞ്ചലോഹ വിഗ്രഹത്തിനായുള്ള സ്വകാര്യ വ്യക്തിയുടെ പണപ്പിരിവിൽ കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർക്കാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ചൈനക്കാർക്ക് ഇന്ത്യൻ വിസ നൽകുന്നത് ഉടൻ പുനരാരംഭിക്കും. നാളെ മുതൽ ചൈനീസ് പൗരന്മാർക്ക് വിസ അനുവദിക്കും. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചൈനക്കാർക്ക് ഇന്ത്യ വിസ അനുവദിക്കുന്നത്. കർക്കിടക വാവുബലിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി. നാളെ പുലർച്ചെ 2:30 മുതൽ പിതൃതർപ്പണം തുടങ്ങും. പുലർച്ചെ തുടങ്ങുന്ന പിതൃതർപ്പണം ഉച്ചയോടെ അവസാനിക്കും. 60ഓളം ബലിപ്പുരകളാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി 100 കണക്കിന് സ്ത്രീകളെ കുഴിച്ചുമൂടിയെന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തി. 20 അംഗ സംഘം 4 ടീമുകളായാകും അന്വേഷണം നടത്തുക.
BJP ബഹുജന സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി പാറശാല സ്വദേശിയും ABVP മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ V മനുപ്രസാദിനെ തിരഞ്ഞെടുത്തു. നിലവിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്നു മനുപ്രസാദ്. എറണാകുളം പൂക്കാട്ടുപടിയിൽ നിന്ന് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വിൽപ്പനയ്ക്കായി എത്തിച്ച 10 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. ബംഗോൾ സ്വദേശികളായ ഷംസുദ്ദീൻ മൊല്ല, അനറുൽ ഇസ്ലാം എന്നിവർ പിടിയിൽ. എറണാകുളം തിരുവൈരാണിക്കുളത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാറമ്പള്ളി സ്വദേശി മണിയാണ് മരിച്ചത്. മാറമ്പള്ളി പാലത്തിന് സമീപത്തെ പെട്ടിക്കടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആശങ്ക പടർത്തി കനത്ത പുക. മൈക്രോബയോളജി ലാബിൽ നിന്നാണ് വൻതോതിൽ പുക ഉയർന്നത്. ലാബിൽ പ്രവർത്തിച്ചിരുന്ന റെഫ്രിജറേറ്റർ കത്തി നശിച്ചു. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗം കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. 4.5 ലക്ഷം രൂപയാണ് ഉപകരണങ്ങൾ നീക്കാൻ സർക്കാർ അനുവദിച്ചത്. പന്തളത്ത് നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം തകർച്ചയുടെ വക്കിൽ. മേൽക്കൂരയ്ക്കും ഭിത്തികൾക്കും ബലക്ഷയം കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. കോട്ടയം നെടുങ്കുന്നത്ത് 5 വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങാതെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആശുപത്രി കെട്ടിടമാണ് പ്രവർത്തനം ആരംഭിക്കാതെ കാടുമൂടി കിടക്കുന്നത്. ഏറ്റുമാനൂർ പുന്നത്തുറ ഗവൺമെന്റ് UP സ്കൂളിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ടിട്ട് നടപടിയായില്ല. മരങ്ങൾ വെട്ടിമാറ്റാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. കോട്ടയം മാടപ്പള്ളി പഞ്ചായത്തിൽ തെരുവുനായ ശല്യം വ്യാപകം. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. കോട്ടയത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ കാരേജ് ബസ്സുകളെ ആശ്രയിക്കുന്നവർ ദുരിതത്തിൽ. ബസ് കാത്തു നിൽക്കുന്നതിന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കർക്കിടക വാവിനോടനുബന്ധിച്ച് കൊച്ചി മെട്രോയ്ക്ക് പ്രത്യേക സർവീസുകൾ. ആലുവ ശിവക്ഷേത്രത്തിൽ എത്തുന്നവർക്കായി കൊച്ചി മെട്രോ പ്രത്യേക സർവീസുകൾ നടത്തും. അങ്കമാലിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി എന്ത് നടപടിയെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. വഴിയാത്രക്കാരുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും നേർക്ക് തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്നത് നിത്യസംഭവം. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കൊല്ലം ഒറ്റയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന്. കൊല്ലം ആര്യങ്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് രാവിലെ 11 മണിക്ക്. പത്തനംതിട്ട അയിരൂർ കഥകളി ഗ്രാമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 25-ന്. പത്തനംതിട്ട ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന്. ഹരിപ്പാട് കാർത്തികപ്പള്ളി താലൂക്കിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പുനഃപരിശോധനാ ക്യാമ്പ് നടക്കും. ക്യാമ്പ് നടക്കുക ഈ മാസം 31-ന്. ആലപ്പുഴ കുമാരപുരം ഗവൺമെന്റ് LP സ്കൂളിൽ അറബി അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 28-ന്. ഇടുക്കി വാഴത്തോപ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ ഡ്രൈവർ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് രാവിലെ 11 മണിക്ക്. എറണാകുളം ചെല്ലാനം പഞ്ചായത്തിൽ LSGD വിഭാഗം ഓഫീസിൽ ഓവർസിയറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന് രാവിലെ 11 മണിക്ക്. മലപ്പുറം പെരുവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LPST UPST അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 25-ന്. തിരികെ 100 ന്യൂസിലേക്ക് ഇനി ദേശീയ വാർത്തകൾ. ജമ്മുകശ്മീരിലെ രജൌരിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മണ്ണിടിച്ചിലുണ്ടായത് 3 ദിവസത്തെ തുടർച്ചയായുള്ള ശക്തമായ മഴയെ തുടർന്ന്. മുംബൈയിലെ കല്യാണിൽ സ്വകാര്യ ക്ലിനിക്കിലെ റിസപ്ഷനിസ്റ്റായ യുവതിക്ക് നേരെ ക്രൂരാക്രമണം. പ്രകോപനത്തിന് കാരണം ഡോക്ടർ മറ്റൊരു രോഗിയെ പരിശോധിക്കുന്നതിനാൽ കാത്തുനിൽക്കാൻ ആവശ്യപ്പെട്ടതോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. മഴക്കെടുതിയിൽ വലഞ്ഞ് വീണ്ടും ഉത്തരേന്ത്യ. ബീഹാറിലും ഝാർഖണ്ഡിലും ഇടിമിന്നലേറ്റ് 7 പേർക്ക് ദാരുണാന്ത്യം. ഹിമാചൽ പ്രദേശിലെ കാലവർഷക്കെടുതിയിൽ ഇതുവരെ 135 പേർ മരിച്ചു.
540 വീടുകൾ പൂർണ്ണമായും തകർന്നു. 432 റോഡുകൾ അടച്ചു. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. കേസിലെ 12 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് മഹാരാഷ്ട്ര സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്റെ മൃതദേഹം മാറി നൽകിയെന്ന് കുടുംബത്തിന്റെ ആരോപണം. ലഭിച്ചത് മറ്റൊരാളുടെ മൃതദേഹമെന്ന് പരാതി. ബ്രിട്ടനിലേക്ക് അയക്കുന്നതിന് മുൻപ് മൃതദേഹം തിരിച്ചറിയുന്നതിൽ പിഴവുണ്ടായി എന്നാണ് ആരോപണം. മൃതദേഹം മാറിയതോടെ ശവസംസ്കാര ചടങ്ങുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. അനാസ്ഥയിൽ ഇന്ത്യയിലും ബ്രിട്ടനിലും അന്വേഷണം നടക്കുന്നതായി റിപ്പോർട്ടുകൾ. ബംഗളൂരുവിലെ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റിന് സമീപം പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ നിന്ന് ജലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും കണ്ടെത്തി. 6 ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയത്. സുരക്ഷ ശക്തമാക്കി. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് പ്രദീപ് ഭണ്ഡാരി. രാഹുൽ ഗാന്ധി പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്ന നേതാവെന്ന് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിന്റെ വിജയത്തിൽ രാഹുൽ ഗാന്ധി സംശയം പ്രകടിപ്പിക്കുന്നത് എന്തിനെന്നും പ്രദീപ് ഭണ്ഡാരിയുടെ ചോദ്യം. തെലങ്കാനയിൽ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. പ്രതി പിടിയിൽ. കുഞ്ഞിന്റെ അമ്മയോടുള്ള വ്യക്തിവൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. കർണാടകയിൽ സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറി കഴിച്ച ഒരു കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. അച്ഛനും 2 പെൺമക്കളുമാണ് മരിച്ചത്. പച്ചക്കറിയിലെ കീടനാശിനിയാണ് മരണകാരണം. റാങ്കിങ്ങിൽ ഉയർന്ന് ഇന്ത്യൻ പാസ്പോർട്ട്. ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യ 77ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് 56 രാജ്യങ്ങളിൽ വീസ ഇല്ലാതെ യാത്ര ചെയ്യാം. മാലദ്വീപിന്റെ 60ാമത് സ്വാതന്ത്ര്യദിനത്തിൽ വിശിഷ്ടാതിഥിയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സന്ദർശന വേളയിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഭുവനേശ്വറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. സുഹൃത്തിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. മിസോറാമിലെ ഏറ്റവും പ്രായം കൂടിയ വനിതയായ ഫാമിയാങ്കി അന്തരിച്ചു. 117 വയസ്സായിരുന്നു. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ 4 മണിക്കൂറിനുള്ളിൽ പട്ടിണി മൂലം കുറഞ്ഞത് 10 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം തുടരുന്നു. ഇസ്രായേൽ നടത്തുന്ന ഏതൊരു യുദ്ധത്തിനും തന്റെ രാജ്യം തയ്യാറെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തൽ സംബന്ധിച്ച് തനിക്ക് ശുഭാപ്തി വിശ്വാസമില്ലെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ടെഹ്റാൻ ആണവ പദ്ധതി തുടരാൻ പ്രതിജ്ഞാബദ്ധമെന്നും സ്ഥിരീകരണം. ജപ്പാനുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാർ പ്രകാരം ജാപ്പനീസ് കയറ്റുമതിക്ക് 15% തീരുവ ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേരിട്ട തോൽവിയുടെ പേരിൽ രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. രാജിവെക്കുമെന്നുള്ള വാർത്തകൾ വ്യാജമെന്ന് ഷിഗേരു ഇഷിബ. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും ചെറിയ ബോട്ടുകൾ വഴി യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കിയതോടെ UK മനുഷ്യക്കടത്ത് നടക്കുന്നതായി കണ്ടെത്തൽ. മനുഷ്യക്കടത്ത് തടയാൻ നിയന്ത്രണം ഏർപ്പെടുത്തി UK. ചൈനയിൽ കടുത്ത ചൂട്. ഉഷ്ണതരംഗം രൂക്ഷമായതോടെ എയർ കണ്ടീഷണറുകളുടെയും ഹാൻഡ് ഹെൽഡ് ഫാനുകളുടെയും വിൽപ്പന വർദ്ധിച്ചു. വടക്കൻ അയർലൻഡിൽ വെടിവെപ്പ്. 2 പേർക്ക് ദാരുണാന്ത്യം. വെടിവെപ്പിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മുഖത്തും തലയ്ക്കും ഗുരുതര പരുക്ക്. 23-കാരനായ ചൺപ്രീത് സിംഗ് ആണ് ആക്രമണത്തിന് ഇരയായത്. ബിസിനസ് ന്യൂസ്. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയായ BA ഏറ്റെടുത്ത് ആമസോൺ. ഏറ്റെടുക്കൽ സ്ഥിരീകരിച്ച് B കമ്പനി CEO മരിയ ഡി ലൂർദ് സോളോ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 2 പൈസ ഇടിഞ്ഞു. ഇടിവിന് കാരണം വിദേശ ഫണ്ടുകളുടെ ഒഴുക്കും അസംസ്കൃത എണ്ണവിലയിലെ വർധനയും.
സൊമാറ്റോയുടെ മാതൃസ്ഥാപനമായ എറ്റേണലിന്റെ ഓഹരിയിൽ ഉയർച്ച രേഖപ്പെടുത്തി. 10.34% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഗ്ലാസ് കണ്ടെയ്നർ നിർമ്മാതാക്കളായ AGI ഗ്രീൻ പാക്കിന്റെ അറ്റാദായത്തിൽ വൻ കുതിപ്പ്, 41% വർധന രേഖപ്പെടുത്തി. പ്രീ ബുക്കിംഗ് ആരംഭിച്ച് വിയറ്റ്നാമീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് VF7ന്റെയും VF6ന്റെയും പ്രീ ബുക്കിംഗ് ആരംഭിച്ചു. വാർഷിക വളർച്ചയിൽ വർധന രേഖപ്പെടുത്തി ആകാശ എയർ. 49% വാർഷിക വരുമാന വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഉയർച്ച രേഖപ്പെടുത്തി ഓല ഇലക്ട്രിക്. ഓഹരി 7% ഉയർന്നു. സ്പോർട്സ് ന്യൂസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് അൻഷുൽ കാംബോജ്. ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കുന്ന 318ാം താരമാണ് അൻഷുൽ. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ PV സിന്ധുവിന് ജയത്തുടക്കം. ലോക 6ാം നമ്പർ ടൊമോക്ക മിയാസാക്കിയെ 3 ഗെയിം നീണ്ട പോരാട്ടത്തിൽ തോൽപ്പിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യത്തിന് ജയത്തുടക്കം. ജപ്പാൻ ജോഡിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. വനിതാ യൂറോ കപ്പ് ഫുട്ബോളിൽ നാടകീയ തിരിച്ചുവരവിൽ ഇംഗ്ലണ്ട് ഫൈനലിൽ. ഇറ്റലിക്കെതിരെ ഇഞ്ചുറി ടൈമിൽ സമനില ഗോൾ നേടിയ ഇംഗ്ലണ്ട് വിജയ ഗോൾ നേടിയത് 116-ാം മിനിറ്റിൽ. വനിതാ യൂറോ കപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ ചിത്രം ഇന്ന് തെളിയും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ ജർമ്മനിയെ നേരിടും. എമിലിയാനോ മാർട്ടിനസിനെ ലോണിൽ വിട്ടുനൽകണമെന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആവശ്യം തള്ളി ആസ്റ്റൺ വില്ല. പെർമനന്റ് ഡീലിൽ മാത്രമാണ് താൽപര്യമെന്നും ആസ്റ്റൺ വില്ല. റയൽ മാഡ്രിഡിന്റെ 10ാം നമ്പർ ജേഴ്സി ഇനി എംബാപ്പയ്ക്ക്. ലൂക്ക മോഡ്രിച്ച് ക്ലബ്ബ് വിട്ടതോടെയാണ് എംബാപ്പയെ തേടി ഐക്കോണിക് ജേഴ്സി എത്തിയത്. ഏഷ്യൻ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രമെഴുതി ശ്രേയസി ജോഷി. ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ശ്രേയസി. തിരികെ 100 ന്യൂസിലേക്ക് ഇനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ കാണാം. ഫഹദ് ഫാസിൽ ചിത്രം മാരീസൻ ഈ മാസം തിയേറ്ററുകളിലെത്തും. ഈ മാസം 25-നാണ് ചിത്രം റിലീസ് ചെയ്യുക. ചിത്രം സംവിധാനം ചെയ്യുന്നത് സുധീഷ് ശങ്കറാണ്. വിജയ് ദേവരക്കൊണ്ടയുടെ പുതിയ ചിത്രം കിങ്ഡത്തിന്റെ അപ്ഡേറ്റ് പുറത്ത്. കിങ്ഡത്തിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ട്രെയിലർ പുറത്തിറങ്ങുക ഈ മാസം 26-ന്. ജന്മദിനം ആഘോഷിച്ച് സൂര്യ. ചിത്രങ്ങൾ പങ്കുവച്ച് ജ്യോതിക. VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രം ബാംഗ്ലൂർ ഹൈന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് ഷൈൻ ടോൺ ചാക്കോ, സിജു വിൽസൺ എന്നിവർ. സേ നോ ടു ഡ്രഗ്സ് എന്ന ശക്തമായ സന്ദേശം നൽകുന്ന ചിത്രമാണ് ബാംഗ്ലൂർ ഹൈ. മോഹൻലാലിനൊപ്പം ഫഹദും നസ്രിയയും ചിത്രം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. അൻപതാം വാർഷിക നിറവിൽ ടൊറന്റോ രാജ്യാന്തര ചലച്ചിത്രമേള. 74 പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 3 ചിത്രങ്ങൾ ഉൾപ്പെടുത്തി. മേഘാലയയിൽ ഹണിമൂണിനിടെ ഇൻഡോർ സ്വദേശി രാജ രഘുവംശി കൊല്ലപ്പെട്ട സംഭവം സിനിമയാക്കുന്നുവെന്ന വാർത്തകളോട് പ്രതികരിച്ച് നടൻ ആമിർ ഖാൻ. വാർത്ത തള്ളി താരം. അത്തരം അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ആരാധകർക്കും പൊതുസമൂഹത്തിനുമിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പ്രചാരണമെന്നും ആമിർ ഖാൻ കൂട്ടിച്ചേർത്തു. സ്പെയിനിലെ കുടിയേറ്റ വിരുദ്ധ ആക്രമണത്തിനിടയിൽ ബാഴ്സലോണയിലെ പിയേര പള്ളിയിൽ തീപിടിച്ചു എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നു. എന്നാൽ ഈ ചിത്രം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നിന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി ഇന്ത്യ.
ഓഗസ്റ്റ് 24 രാവിലെ വരെ 1 മാസത്തേക്കാണ് വിലക്ക് നീട്ടിയത്. ബുൾഡോസറുകൾ ഉപയോഗിച്ച് വനം നശിപ്പിക്കുന്നത് തടയണമെന്ന് സുപ്രീം കോടതി. തെലങ്കാനയിലെ ഗച്ചിബൌളിയിൽ വൻതോതിൽ മരങ്ങൾ വെട്ടിമാറ്റിയതിനെ തുടർന്ന് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് നിരീക്ഷണം. സ്വകാര്യ ലഗേജിൽ 11 കിലോയിലേറെ കഞ്ചാവുമായി 2 ഇന്ത്യൻ പൗരന്മാർ ഒമാനിലെ സലാല വിമാനത്താവളത്തിൽ പിടിയിലായി. ഇതിന്റെ വീഡിയോ ഒമാൻ കസ്റ്റംസ് പുറത്തുവിട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലെ ബസ് തടയൽ സമരം ഒത്തുതീർപ്പായി. നാളെ മുതൽ ബസ്സുകൾ സർവീസ് നടത്തും. ബസ്സുകളുടെ സർവീസ് സമയം കൃത്യത വരുത്താൻ 4 സ്ഥലങ്ങളിൽ പഞ്ചിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ റാങ്കിംഗ് മെച്ചപ്പെടുത്തി ഒമാൻ. ഹെൻലി പുറത്തുവിട്ട ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ച് 56ാം സ്ഥാനത്താണ് ഒമാൻ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഔദ്യോഗിക ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ സൂചിക തയ്യാറാക്കിയത്. ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയത് 52 ലക്ഷം പേരുകൾ. പ്രത്യേക തീവ്ര പരിശോധന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് നടപടി. മരിച്ചവർ, തൊഴിൽ തേടി കുടിയേറിയവർ, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ചേരുന്ന പേര് വന്നവർ എന്നിവരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. 100 ന്യൂസ് പൂർത്തിയാവുന്നു.